എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നതേ പോലെ ഇന്നും ഒരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ. അപ്പം ഇന്ന് നമ്മുടെ പുതിയ ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ഒരു ഫാമിലി ട്രിപ്പായിട്ട് നമ്മളവിടെ പോകും. നമ്മൾ മൂന്നാർക്ക് പോകാം ഗൈസ്. നമ്മൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ടിനിക്കുടി ചേച്ചിയും ടോണപ്പൻ അവധിക്ക് വന്നിട്ടുണ്ട്. ടിനിക്കുടി ചേച്ചി തിരിച്ചല്ല, ടിനിക്കുടി ചേച്ചി കാനഡയ്ക്ക് യാത്രയാവുകയാണ്. അപ്പം എല്ലാവരും തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്കൊരു ട്രിപ്പ് അങ്ങ് ഓൺ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് മൂന്നാർക്ക് പോവുകയാണ്. ഇന്ന് 17 ഓഫ് മെയ്. നമ്മൾ ഇന്ന് മൂന്നാർക്ക് പോയിട്ട് ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ വൈകിട്ട് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എന്താണ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ നമ്മൾ തെങ്ങണയിൽ നിന്നാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഇതൊരു ഫാമിലി വ്ളോഗ് ആയതുകൊണ്ട് എന്തുമാത്രം സക്സസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. സോ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ എൻ്റെ പവർ ഹൗസായ മെറിഞ്ചോ കൂടെ ഉണ്ട്, അതുകൊണ്ട് അതെ തല കാണിക്കാൻ വന്നിട്ടുണ്ട്. അതെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മൾ ബാക്കി വരുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്താണ്, വേറെ ഒന്നുമില്ല, പോകുന്ന വഴി നമുക്ക് എല്ലാം കാണാം. നമ്മൾ കണ്ട് നമ്മൾ മൂന്നാറെത്തും, തിരിച്ചും വരും. നമ്മളൊരു കിടില സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നല്ലതായിരിക്കും തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പം അതൊക്കെ നമുക്ക് കണ്ടിട്ട് എല്ലാം സെറ്റാക്കി നമ്മളെ ഫുൾ വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. യാത്ര ചെയ്ത് നമ്മളുടെ മുണ്ടക്കയത്തെത്തിരിക്കുകയാണ്. നമ്മളുടെ എക്കാലത്തെയും സാരഥിയായ ടോം തോമസ് എന്ന് നമ്മുടെ കൂട്ടത്തിലില്ല, പക്ഷേ ടോം തോമസിന്റെ വണ്ടി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് സാരഥി ഇന്നത്തെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ എന്നെ സഹായിക്കാനായി മെറിഞ്ചോ തട്ടകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് മുണ്ടക്കയത്താറായി. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പിറ്റ് സ്റ്റോപ്പ് വരുന്നത് കുട്ടിക്കാനത്താണ്. നമ്മൾ കുട്ടിക്കാനം എത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ നിർത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമ്മൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ വേറെ എന്നാ വിശേഷം? വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ കുട്ടിക്കാനം എത്തിയിട്ട് കാണാവേ. ഓക്കെ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് എവിടെ എത്തി? നമ്മൾ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് എത്തി. അപ്പൊ ചുമ്മാ ഒരു പിറ്റ് സ്റ്റോപ്പ് പോലെ എടുത്തതാണ്. മെറിഞ്ചോ ഒക്കെ അവിടെ നിൽക്കുന്നു. ടിനുറ്റിമുക്കട വ്ളോഗായിട്ട് വരുന്നത് കണ്ടപ്പോഴേക്കും ഓടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ടിനുറ്റിമുക്കട നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്.
സ്റ്റോപ്പൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതേ നമ്മൾ കട്ടപ്പന റൂട്ടിലോട്ട് കുട്ടിക്കാനത്തുനിന്ന് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇനി സ്ട്രെയിറ്റ് ടു കട്ടപ്പനയാണ്. നമ്മളിവിടുന്ന് ശരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ മൂന്നാർക്ക് പോകാൻ വീട്ടിൽ നിന്ന് എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, നേര്യമംഗലം കയറി അടിമാലി കയറി മൂന്നാർ പോകുന്ന. പക്ഷെ അതിലൊരു ത്രില്ലില്ലല്ലോ, നമുക്ക് വ്യൂ ഒന്നും കാണത്തില്ലല്ലോ. നമ്മൾ വ്യൂ ഉള്ള വഴി പിടിച്ച് നമ്മളിങ്ങനെ മൂക്കെ പിടിക്കേണ്ടതിന് പകരം ഇങ്ങനെയാണ് മൂക്കെ പിടിച്ചിരിക്കുന്നത്. സോ അതാണ് വിശേഷം. അപ്പം നമ്മളിവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ കുട്ടിക്കാനം വന്ന് കട്ടപ്പന വന്ന് അങ്ങനെ കറങ്ങിയാണ് മൂന്നാർക്ക് പോകുന്നത്. അപ്പം നമ്മളിത് നമ്മൾ നല്ല നല്ല പ്രകൃതി രമണീയമായ മെർജോബെ കാണിച്ചു നോക്കും. കാരണം നമ്മുടെ നല്ല തേയിലത്തോട്ടവും നല്ല വ്യൂവും. ഇപ്പോൾ ചെറിയ മഴയുണ്ട്, അതാണ് നമ്മൾ വിൻഡോ താത്താത്തത്. അപ്പം നമ്മളിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അമ്മയും അച്ചാച്ചനും എല്ലാവരും ടോണപ്പനും തിരുക്കുടി ചേച്ചിയും ടോംചാനും റുബേൻ്റെയും മെർക്കുട്ടിയും എല്ലാവരും എടുത്ത് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത് പിറ്റ് സ്റ്റോപ്പ് എടുക്കുന്നത് നമ്മൾ കട്ടപ്പനയിലായിരിക്കും. കട്ടപ്പനയിൽ പോയിട്ട് പൊറോട്ട മുട്ടക്കറി കഴിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. തിരുക്കുടി ചേച്ചിയുടെ ആഗ്രഹം പൊറോട്ട മുട്ടക്കറി കഴിക്കണം. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത സ്റ്റോപ്പ് കട്ടപ്പനയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ പോകുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. നമ്മൾ വഴിയെ കാണിച്ചു തരാം. നോക്കൂ, ആ വ്യൂ കണ്ടു, നോക്കൂ, അടിപൊളി വ്യൂ ആണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കിടിലം വ്യൂവും നല്ല സ്ഥലങ്ങളുമാണ്. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ പോകുന്ന വഴി ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ. നമ്മൾ പറഞ്ഞ പോലെ കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ അൽഫോൺസ ഹോട്ടലിൽ കയറി. മെർജോബ് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് അല്ലേ, മെർജോബ്. നമ്മൾ അൽഫോൺസ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. തിരുവറ്റുമുക്കടയ്ക്ക് പിന്നെ എത്ര ഒന്നര പൊറോട്ടയും മുട്ട റോസ്റ്റ് തിരുവറ്റുമുക്കടയ്ക്ക് കണ്ട്. ടോണിച്ചുമുക്കടനെ ഞാൻ സ്വാഗതം. തിരുവറ്റുമുക്കടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്ലോഗില്? ഇല്ലല്ലേ? അപ്പൊ രണ്ടുപേരും പരിചയപ്പെടുത്താം. ഇതാണ് തിരുവറ്റുമുക്കട, മറ്റേതാണ് ടോണിച്ചുമുക്കട. ചേട്ടനില്ല, ചേച്ചി അനിയനുമാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. യാ, സോ അതെ. സോ അതാണ് സംഭവം. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ കയറി. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് അടുത്തത് എങ്ങോട്ടാന്ന് അറിയത്തില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കണം. ഞാൻ പൊറോട്ടയും മീൻചാറുമാണ് കേസ് ഓർഡർ ചെയ്തത്. അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. സോ അതാണ് കേസ്. ഇവിടെ തന്നെ ആൾക്കാർ ട്രോളുന്നു. അതിലൊന്നും നമ്മൾ തളരത്തില്ല. ഫുഡ് വന്നിട്ട് കാണിക്കാം. അതെ, അത്ര വരും, കാണിക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ആയി കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. നല്ല വൃത്തിയും നല്ല എല്ലാ ഫുഡും. ഹോട്ടലും നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു. അത് തന്നെ. അപ്പം നല്ല ഹോട്ടലായിരുന്നു, ഫുഡൊക്കെ നല്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളമ്മച്ച് സമ്മതിക്കില്ല കേസ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പോവുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലമാണ് രാമക്കൽമേട്. നമ്മൾ രാമക്കൽമേട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 36 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. സോ അവിടെ പോയിട്ട് നമുക്ക് കുറവനെയും കുറത്തേനെയൊക്കെ കാണണ്ടേ. ഇവരാരും കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അവിടെ പോയി ഇവരെല്ലാം കാണിച്ചും കൊടുക്കാം, അവിടുത്തെ വ്യൂവും കാണാം, താഴത്തെ നമ്മുടെ തമിഴ്നാടിൻ്റെ വ്യൂവും കാണാം, എല്ലാം കാണാം. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിത് ഭയങ്കര കാറ്റാണ്. രാമക്കൽമേട് ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അല്ല എനിക്കറിയത്തില്ല. നമ്മളിത് രാമക്കൽമേട് എത്തി. ഇവിടെ
അത് നമ്മുടെ കണ്ടോ കുറുവനും കുറുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു, വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു. ഇവിടെ ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ പറന്നു, അത്രയും കാറ്റാണ്. സോ അങ്ങനെ നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ഞാൻ വ്യൂ ഒക്കെ കാണിച്ചു തരാവേ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്തത് എവിടെ പോകുന്ന അറിയത്തില്ല, പോകുന്ന വഴി കാണിക്കാം. ഓക്കെ. സോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ രാമക്കൽമേടൊക്കെ പോയിട്ട് നമ്മളിത് ഇപ്പോൾ തിരിച്ച് വണ്ടിയിൽ കയറി നമ്മളിത് അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏതാ സ്ഥലവും നമ്മൾ തീരുമാനിച്ചു. നമ്മൾ എവിടെയായിരുന്നു? ചതുരംഗപ്പാറ. നമ്മൾ ചതുരംഗപ്പാറ കാണാൻ പോകാം. ഇവർക്ക് വിൻഡ് മില്ല് കാണണമെന്നുള്ളൂ. അപ്പം നമ്മൾ വിൻഡ് മില്ല് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പം നമ്മളിപ്പം നേരെ സ്ട്രെയിറ്റ് ടു ചതുരംഗപ്പാറ പോയിക്കൊണ്ടിരിക്കുക. 37 മിനിറ്റുണ്ട് ചതുരംഗപ്പാറ പോകാനായിട്ട്. അപ്പം അതാണ് ഇപ്പം നല്ല സീനിക്ക് വഴിയാണ്. നോക്കിയോ അങ്ങോട്ട് കാണിച്ച്. ഭയങ്കര ഒരു വണ്ടിത്തിരക്കൊട്ടുമേ ഇല്ല, പക്ഷെ അടിപൊളി വഴി, വെയിലില്ല. ഇപ്പം ഞങ്ങൾ AC ഇട്ടിരിക്കുക, പക്ഷെ എന്നാലും AC ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല തണുപ്പാ, ചില്ല് താത്തിയിട്ട് പോകാനുള്ള സൂപ്പർ വഴിയാ. മൊത്തത്തിൽ അടിപൊളി വഴിയാ. അപ്പം മൊത്തം അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. പിന്നെ രാമക്കൽമേട് പോയിട്ട് എനിക്ക് ഒത്തിരി ഞാൻ കുറച്ച് വിശ്വാസം കാണിച്ചില്ലേ, സെറ്റ്. അപ്പം മറ്റേ ഇനി നമുക്ക് ചതുരംഗപ്പാറ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ വേറെ എന്താണ് വിശേഷം? ഈ വീഡിയോ എടുക്കുന്ന ഇന്നേ ദിവസം എൻ്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ് IPL മാച്ച് കാണാൻ. പോയിട്ട് വരുമ്പോൾ അറിയാം അതിൻ്റെ അവസ്ഥ എന്തായെന്ന്. സോ അങ്ങനെയൊക്കെ അവർക്ക് തൽക്കാലൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് തൽക്കാൽ ബുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രോ ടിപ്സ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. കോണ്ടാക്ട് മീ, ഞാൻ പറഞ്ഞുതരാം. ഞാനാണ് ഇവർക്കെല്ലാം തൽക്കാൽ ബുക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രോ മനുഷ്യൻ. പ്രോ ടിപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. സോ അതൊക്കെയാണ് തൽക്കാലം കിട്ടുക കേട്ടോ. അവർക്ക് തിരിച്ചു നമ്മൾ തൽക്കാലൊക്കെ എടുത്തു കൊടുത്തു. അപ്പം അതെ. അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഇനിയിപ്പം ചതുരംഗപ്പാറ എത്തിയിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴി എന്തെങ്കിലും അടിപൊളി വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. പീസ്. ചതുരംഗപ്പാറയിൽ എത്തിക്കണം. ആക്ച്വലി ചതുരംഗപ്പാറ എത്തിയിട്ടില്ല. ചതുരംഗപ്പാറ നമ്മളിപ്പോൾ ഈ ഒരു പാർക്കിംഗ് ലോട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ടാണ്. പണ്ട് ഞങ്ങൾ വന്നത് ചെറുപ്പം പറഞ്ഞാൽ മേലിലോട്ട് കാറ് പോകായിരുന്നു. ബട്ട് ഇപ്പോൾ പോകില്ല, അവർ വിടുന്നില്ല. അപ്പം ഞങ്ങൾ ജീപ്പ് എടുത്തിട്ട് പോകണം. പക്ഷേ എല്ലാവർക്കും മേല, കാരണം ജീപ്പ് കയറിയാൽ നടുവൊക്കെ സീനാവും. അതുകൊണ്ട് ജീപ്പ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അതെ ഞങ്ങളിവിടെ വന്നു. പക്ഷേ കുറേ നേരം ഇങ്ങനെ നോക്കി താഴെ തമിഴ്നാടിന്റെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിൽക്കാം. ഇവിടെ മറ്റേ വിൻഡ്മില്ലൊക്കെ വിൻഡ്മില്ലൊക്കെ ഉണ്ട്. നല്ല കാറ്റ്, ഭയങ്കര കാറ്റ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ പോലും എനിക്കറിയത്തില്ല, അത്രയ്ക്ക് കാറ്റാ. നല്ല വ്യൂ ആണ്, അടിപൊളി, കാണാനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട് താഴെ കൂടെ യൂഷ്വൽ നമ്മുടെ കമ്പത്തേരി വാലി വ്യൂ, അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കാവേ.
ഗായ്സ്, അങ്ങനെ നമ്മൾ ഓടിച്ചോടിച്ച് മൂന്നാർ എത്താറായി. ഓൾമോസ്റ്റ് മൂന്നാർ എത്തി തന്നെ പറയാം. ഓൾമോസ്റ്റ് മൂന്നാർ എത്തി തന്നെ പറയാം. നമ്മളിതിപ്പോൾ ആനയിറങ്ങൽ ഡാം വ്യൂ പോയിന്റിലെത്തി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വ്യൂ പോയിന്റിൽ നിന്നുള്ള വിഷ്വൽസ്. നല്ല രസമാണ്. ഫുള്ള് തേയിലത്തോട്ടവും അതിൻ്റെ നടുക്കൊരു ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയും അങ്ങനത്തെ ഒരു രസമുള്ള സ്ഥലമാണ്. നല്ല രസമാണ്. അത്യാവശ്യം അത്ര വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ ഇപ്പം. അല്ലേ മൃജോ? എന്താണ് മൃജോവിന് പറയാനുള്ളത്? ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട് ഗൈസ്. തണുപ്പ് ഞാൻ അത്ര ചൂടില്ല. മൂന്നാർ നമ്മൾ പറയുമ്പോൾ തണുപ്പില്ല. സോ അതാണ് ഗൈസ് വ്യൂ പോയിന്റ് വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. മിനിറ്റ്. നമ്മളുടെ തേയിലത്തോട്ടത്തിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഗ്യാപ്പ് റോഡ് വഴി ചുമ്മാ ഇങ്ങനെ ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ സൈഡിലുള്ള വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടോ? ഞാൻ ഇത് കഴിയുമ്പോൾ ഇടാതെ കാണിച്ചു തരാം. അടിപൊളി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം ഇതിലേക്കൂടെ. അതും സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ ആ ഡ്രൈവ് നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള വിഷ്വൽസും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള എന്താ സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞതാണ്. അടിപൊളിയാണ്. നിങ്ങൾ കണ്ടു നോക്ക്. ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ റിസോർട്ടിൽ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തു. നമ്മളെ കാണിച്ചു തരാം ഞാൻ റിസോർട്ട്. നമ്മളൊരു 3 എ ഫ്രെയിംസ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 എ ഫ്രെയിമും ഒരു അപ്പർ എ ഫ്രെയിമും എന്ന് പറയുന്ന രീതിയിലാണ്. നമുക്ക് ഒരു പ്രൈവറ്റ് പൂളും ഉണ്ട്. സോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. കുറച്ച് പ്രൈസ് ഇച്ചിരി കത്തിയാണ്. ഞങ്ങളിത് ബുക്ക് ചെയ്തത് 17,500 റുപ്പീസിനാണ്. പ്രൈസൊക്കെ ഉള്ളതുകൊണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. സോ അതാണ് സംഭവം. ഞാൻ റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. ബാക്കി ഇനി പൂളിച്ചാടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടിരിക്കുക. സോ ഞാൻ ഇവിടുത്തെ ബാക്കി സംഭവങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ പ്രൈസിന് ഉണ്ടോയെന്നുള്ളത് അതാണ് സംഭവം. സോ ഞാൻ കാണിക്കാം ഒരു മിനിറ്റ്.
ഇതൊരു എ ഫ്രെയിമാണ്, ഇത് വേറൊരു എ ഫ്രെയിമാണ്. ഈ 2 എ ഫ്രെയിമും പിന്നെ കുറച്ചങ്ങോട്ട് മാറി വേറൊരു അപ്പർ എ ഫ്രെയിം എന്ന് പറഞ്ഞൊരു എ ഫ്രെയിം ഉണ്ട്. അത് 3 കൂടെയാണ് നമ്മളെടുത്തത്. ഈ 3 എ ഫ്രെയിമിനും കൂടെ കോമൺ ആയിട്ടാണ് ഒരു പൂള് വരുന്നത്. അപ്പം എഫക്റ്റീവ്ലി നമുക്കിതൊരു പ്രൈവറ്റ് പൂളാണ്. നമ്മൾ 3 കൂടെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൂള് പ്രൈവറ്റ് പൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആ 3 ഇതിനും കോമൺ ആണ് ഈ പൂൾ ആക്ച്വലി. അതായത് നിങ്ങൾ ഈ ഒരു എ ഫ്രെയിം മാത്രം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എ ഫ്രെയിം വേറെ ആളാണ് എടുത്തിരിക്കുന്നെങ്കിൽ ഈ 2 എ ഫ്രെയിമിലുള്ളവർക്കുള്ള കോമൺ പൂളായത് പ്ലസ് ആ അപ്പർ എ ഫ്രെയിമിലും ആരാണോ താമസിക്കുന്നത് അയാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പൂളായത്. നമ്മളിപ്പോൾ ഇത് 3 കൂടി എടുത്തുകൊണ്ട് നമുക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പൂള്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂളാന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിയില്ല. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം ലെങ്തും ഡെപ്തും ഒക്കെയുള്ള പൂളാണ്. സോ ഇതിന് പുറകിലൊരു വലിയ പാറയൊക്കെ ഉണ്ട്. ലുക്ക് വൈസ് അങ്ങനത്തെ സംഭവത്തിലേക്ക് കൊള്ളാം. പക്ഷേ മൊത്തത്തിൽ പിന്നെ ഇത് അവിടെ ഒരു സംഭവമുണ്ട്. അവിടെ ഒരു കുരുവീസ് നെസ്റ്റ് പോലെ സാധനമുണ്ട്. അവിടെ ചേച്ചീൻ്റെ കൂടി ചേച്ചീൻ്റെ ഓണപ്പിനിരിപ്പുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഞാൻ റൂംസൊക്കെ കാണിച്ചു തരാം. ഒരു എ ഫ്രെയിമിൻ്റെ റൂം കാണിച്ചു തരാം. ബാക്കി എല്ലാം കൊണ്ടും കൊള്ളാം. മൊത്തത്തിൽ സംഭവം കൊള്ളാം. ബട്ട് വെറുതെ മണിയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ജേണി കുറച്ച് ഹെക്ടിക്കാട്ടോ. ഭയങ്കര സ്റ്റീപ്പായ കയറ്റമാകാറുണ്ട്. സോ അത് ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ നിങ്ങളത് ഇറങ്ങിയിട്ട് പിന്നെയും കയറുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. ഞങ്ങളാദ്യം ഇവിടെ കയറിയിട്ട് പിന്നെ ഇറങ്ങി ഫുഡൊക്കെ മേടിച്ചിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ പറ്റത്തില്ല. ഭയങ്കര നല്ല ഭയങ്കര സ്റ്റീപ്പ് കയറ്റമാണ്. സോ അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചാണ് ഇവിടെ വരുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ പേര് മറന്നുപോയി. ഈ പ്രോപ്പർട്ടിയുടെ പേര് റോക്ക് റിട്രീറ്റ്. ഈ പ്രോപ്പർട്ടി കറക്റ്റായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അടിമാലിയിലാണ് കേട്ടോ. നമ്മൾ മൂന്നാറിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന അടിമാലിയിലാണ്. അവിടെ ആയിട്ടാണ് റിസപ്ഷൻ വരുന്നത്. അതൊരു ജസ്റ്റ് കോമൺ ഏരിയ പോലെ. പിന്നെ മറ്റേ അപ്പർ എ ഫ്രെയിം വരുന്നത് ആ ഒരു ഗ്രീൻ ഇത് കണ്ടോ, അതിനകത്ത് അപ്പർ എ ഫ്രെയിം വരുന്നത്. സോ അതാണ് ഈ പ്രോപ്പർട്ടിയുടെ സംഭവങ്ങൾ. പിന്നെ വൈകിട്ടത്തെ മോർണിംഗ് ഫുഡ് നമുക്ക് കോംപ്ലിമെൻ്ററി. വൈകിട്ടത്തെ ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യണം ആക്ച്വലി. കാരണം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബട്ട് ഈ കയറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മതിയായി. ഞാൻ റൂം കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം സ്പേഷ്യസ് റൂമാണ്. നമുക്ക് വേണ്ടുന്ന എയർ ഫ്രെയിംസുകളിലെല്ലാം AC വരുന്നുണ്ട് കേട്ടോ. പിന്നെ മുകളിലൊരു ചെറിയ ഒരു ബെഡ് സ്പേസും ഉണ്ട്. ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 പേർക്ക് കംഫർട്ടബിളായിട്ട് കിടക്കാം. 3 പേർക്ക് കിടക്കാം, ബട്ട് 2 പേർക്ക് കംഫർട്ടബിളായിട്ട് കിടക്കാം. പിന്നെ നമുക്കൊരു ബാൽക്കണി പോലെ സെറ്റപ്പ് ഉണ്ട്. അവിടെ 2 പേർക്ക് ഇരുന്ന് ചില്ല് ചെയ്തിരിക്കാം. അവിടെ എല്ലാവരും ചില്ല് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാണാനുള്ളത്. സോ അതാണ് സംഭവം. ഈ സംഭവം ഇതാണ് ഇവരുടെ ഹൈലൈറ്റ് സംഭവം. ഇത് വെച്ചിട്ടാണ് ഇവർ ഫുൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ അത് ആ സംഭവം കൊള്ളാം, അടിപൊളിയാണ്. അതാണ് സംഭവം. മൊത്തത്തിൽ ഒരു പാറയുടെ മേളിലാണ് ഇത് ഫുള്ള് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു റിവ്യൂ പറയുവാണെങ്കിൽ. അപ്പോൾ ഇനിയും ഞാൻ താഴോട്ട് പോട്ടെ. ബാക്കി വിശേഷങ്ങളും പൂളിലിറങ്ങുന്നതും ഒക്കെ ഞാൻ കാണിക്കാവേ. ഞാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. ഹായ്. ദാറ്റ്സ് ഇറ്റ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയവിടായിരുന്നു. അവിടുന്ന് നമ്മൾ പിന്നെ കുറേ പരിപാടികൾ ചെയ്തു. ഇന്നലെ ഫുൾ മറ്റേ എൻജോയിങ് മൂഡിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വ്ളോഗൊന്നും ഒത്തിരി അങ്ങോട്ട് എടുക്കാൻ പോയില്ല. അപ്പോൾ ഞാൻ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഇന്നലെ എന്നിട്ട് നമ്മൾ പൂളിച്ചാടി. എന്നിട്ട് പൂള് പക്ഷേ വലിയ സുഖമില്ലായിരുന്നു കേട്ടോ ഗൈസ്, ടു ബി ഫ്രാങ്ക്. ആക്ച്വൽ ടിനുറ്റും കൂടെ നമുക്ക് ടിനുറ്റും കൂടെ അഭിപ്രായം ചോദിക്കാം. പൂളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൂള് ശരിക്കും ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് കുറച്ച് ഹൈജീൻ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ പൂള് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല. ട്രൂലി ഡിസപ്പോയിന്റ്. അതുകൊണ്ട് ഞങ്ങളൊരു മാക്സിമം ഒരു 45 മിനിറ്റ്സ് പൂളിൽ നിന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ പൂളിൽ നേരെ കയറി. എന്നിട്ട് നമ്മൾ ഗൈസ് നമ്മൾ ടിനുറ്റും കൂടെ പോകുക കേട്ടോ ഗൈസ്. ഇനിയും ടിനുറ്റും കൂടെ വ്ളോഗിൽ കിട്ടണമെങ്കിൽ വർഷങ്ങൾ കഴിയണം. ഇല്ല, ആ സമയം
ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ആ സമയം കൊണ്ട് ടിനുറ്റി മുക്കയുടെ ഞാൻ വ്ളോഗൊക്കെ ചാനലൊക്കെ ഹിറ്റായി, ഞാൻ ഒരു സംഭവമായി കാനഡയിൽ ഞാൻ മറ്റേ ട്രാവൽ വ്ളോഗിന് കിട്ടും. മോള് കാനഡ കേട്ടോ പോകുന്ന കേസ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് എന്നെ അടുത്തു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നല്ലോ. വൈകിട്ടത്തെ ഫുഡ് കഴിച്ചു. വൈകിട്ടത്തെ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡ്. ഇവർ പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, കുറച്ച് എക്സ്പെൻസീവ് അത്ര കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ റൂമിൽ പോയിട്ട് ഞങ്ങൾ കിടന്നു. ഞങ്ങളോട് ഇരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ചു. അങ്ങനെ ചില്ല് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ രാവിലെ ലേറ്റായിട്ട് എണീറ്റ്. നേരത്തെ എണീക്കാൻ മടിയായിരുന്നു ഗൈസ്. നമ്മുടെ സൺറൈസ് ഒക്കെ കാണുമെന്ന് ആഗ്രഹമാണ്, പക്ഷേ എണീക്കാൻ മടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ പയ്യെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ചുമ്മാ ചില്ല് ചെയ്ത് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ സമയം 10 മണിയൊക്കെ ആവാറായി. 11 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പയ്യെ ഇവിടുന്ന് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് മൂന്നാർക്ക് പോകുന്നില്ല. എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങി ഇവിടെ അടുത്തുള്ള എന്തെങ്കിലും വാട്ടർഫോൾസോ വ്യൂ പോയിൻ്റോ ഒക്കെ കണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 1-2 സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോകാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. സോ അതൊക്കെയാണ് പ്ലാൻസ്. അപ്പോൾ നമ്മൾ ബാക്കി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയി റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതേ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇവിടെ കുറേ പേരില്ല 3 പേര് ഇരുന്ന് ആടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടടങ് ഓ ഏതാൽ മൂഡ്. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടുത്തെയും കുറേ നാളുകളുടെയും നമ്മുടെ പ്ലാനിങ് ഇവിടെ കൊണ്ട് ഗ്രാമം വിടുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെയൊക്കെ വ്യൂ പോയിന്റ്സ് ഒക്കെ കണ്ട് അങ്ങനെ പോകും. സോ അതൊക്കെയാണ് പ്ലാൻസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുക. ബാക്കി വരുന്ന വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം. മർജബ് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ ഒക്കെ? നൈസ്. പൂൾ എങ്ങനെയുണ്ട്? ചെളിയൊക്കെ ആയിട്ട് കുറച്ച് എക്സ്പെക്ടേഷൻ ഹൈ ആയതുകൊണ്ടല്ല, നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അത് മീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് അത്ര വൃത്തി തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി നേരം ഒന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറങ്ങി ബട്ട് സ്റ്റിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ മെയിൻ ആയിട്ട് പൂളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റേ എടുത്തത്. പക്ഷെ അതിനനുസരിച്ച് അത് വന്നില്ല. അതൊരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു ഗൈസ്. സോ അതൊക്കെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. സ്റ്റേനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ്. ബാക്കിയുള്ള വിഷ്വൽസ് കാണിച്ചു തരാം അവിടെയൊക്കെ പോകുന്നുള്ളത്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ നമ്മൾ ഇത് 2 പ്ലേസസിൽ നിർത്തി. 2 വാട്ടർഫോൾസ് ആയിരുന്നു. ഒന്ന് വാൽറൈ വാട്ടർഫോൾസും 2 ചീപ്പാറ വാട്ടർഫോൾസും. അവിടെ 2 നിർത്തി നമ്മൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് നമ്മളിത് ഇപ്പം നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ നീരിമംഗലം പാലം കയറാനാണ്. നീരിമംഗലം പാലം കയറുന്നതോടുകൂടി നമ്മുടെ മൂന്നാർ ട്രിപ്പിന് അന്ത്യം കുറിക്കുകയാണ്. പിന്നെ നമ്മുടെ യൂഷ്വലി വീട്ടിൽ പോകുന്ന വഴികളാണല്ലോ. നോക്കട്ടെ, അതിനിടയ്ക്ക് പോകുന്ന വഴി വേറെ എവിടെയെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ പറ്റുമോ നോക്കാം. പിന്നെ വേറെ ഒരു നമ്മൾ മറ്റേ നമ്മളിപ്പോൾ പോയ വാട്ടർഫോൾസിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ചീയപ്പാറ വാട്ടർഫോൾസ്. അതെ. അപ്പോൾ അവിടെ പോയപ്പോഴേക്കും നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടി. സോറി ഗൈസ്, റോഡിൽ കുറച്ച് ബ്ലോക്ക് ചെയ്യാനുണ്ടാക്കി, അതുകൊണ്ടാണ്. അപ്പോഴേക്കും അപ്പോൾ നമ്മളെന്താ പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്ന് നമുക്ക് പുതിയൊരു ഡ്രിങ്കും കുടിച്ചു. പിന്നെ പുതിയൊരു ഇൻഫർമേഷനും കിട്ടി. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ മുളയരി പായസം എന്ന് പറഞ്ഞ സാധനം നമ്മൾ കുടിച്ചു. അത് നമ്മുടെ നിങ്ങൾക്ക് അറിയാവുന്നോ എനിക്കറിയത്തില്ല. അവിടെ ബാമ്പുവിൽ നിന്ന് എല്ലാ 40 വർഷം കൂടുമ്പോഴും ആ ബാമ്പു പൂക്കും. ആ ബാമ്പു പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബാമ്പു അങ്ങ് ഇല്ലാണ്ടായിപ്പോകും. അപ്പോൾ ഈ ബാമ്പു 40 വർഷത്തിൽ ഒരിക്കലേ പൂക്കത്തുള്ളൂ. ആ പൂക്കുമ്പോൾ കിട്ടുന്ന അരിയും കൊണ്ട് ഉണ്ടാക്കിയ പായസം ആണ് കുടിച്ചത്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ മുളയിൽ അരി ഉണ്ടാകും. 40 വർഷത്തിലേ പൂക്കത്തുള്ളെന്നും
അതിൽ നിന്നുണ്ടാകുന്ന അരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കിത് രണ്ടും പുതിയ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്കും ചിലർക്ക് ഇത് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഇനിയിപ്പോൾ നമ്മളിത് ഇപ്പം നമ്മൾ ഇറങ്ങി ഇനി ജസ്റ്റ് 2 minutes കൂടെ ഉള്ളൂ നേര്യമംഗലം ബ്രിഡ്ജ് എത്താൻ. അപ്പം നമ്മൾ ഇപ്പം നേര്യമംഗലം എത്തും. സോ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മൂന്നാർ ട്രിപ്പിൻ്റെ. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ എവിടെയെങ്കിലും കയറുന്നുണ്ടോന്ന് അറിയത്തില്ല. കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷ്വൽസ് ഞാൻ കാണിക്കാം. സോ അതൊക്കെയാണ്. ഇപ്പം നമുക്ക് പോകുന്ന വഴിക്ക് നേര്യമംഗലം പാലം കാണിച്ചു തരാം. അതോടുകൂടി നമ്മുടെ മൂന്നാർ ട്രിപ്പിന് ഒഫീഷ്യലി നമ്മൾ വിട പറയുകയാണ്. സോ നമുക്കിനി അടുത്ത ഷോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് നേര്യമംഗലം പാലം കയറാൻ പോകുന്നതായിരിക്കും. ഹായ് ഗായ്സ്, ഞാൻ ദേവിനെ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ മറ്റേ നേര്യമംഗലം ഇറങ്ങേണ്ടവരില്ലേ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേര്യമംഗലത്ത് വന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. നല്ല ഫിഷ് കറിയും യൂസ് കഴിച്ചു. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പയ്യെ തിരിച്ച് കോട്ടയത്തോട്ടുള്ള യാത്ര ആരംഭിച്ച് ഞങ്ങളിപ്പോൾ കറൻലി എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇല്ലിക്കക്കല്ലിലും ഇലവഴ പൂഞ്ചിറയാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരെണ്ണമുണ്ട് കട്ടിക്കാൻ വാട്ടർഫോൾസ്. അപ്പം അവിടെ നമ്മൾ ഇലവഴ പൂഞ്ചിറയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ഇലവഴ പൂഞ്ചിറ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്കീമൊന്നും അറിയത്തില്ല. ഭയങ്കര കയറ്റമാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പോകാൻ പറ്റും. അവിടെയും പോകാൻ പറ്റുമോ നോക്കും. ഈ ഇലവഴ പൂഞ്ചിറയിലും എങ്ങനെയാ സ്കീമെന്ന് നമുക്ക് അറിയത്തില്ല. സോ പൊക്കോണ്ടിരിക്കുക. നല്ല കയറ്റമാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെയാണ് കാണുന്നത്. കണ്ടോ, നല്ല മലയുടെ വ്യൂസും അതും ഇതൊക്കെയാണ് കാണുന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മൾ മൂന്നാർ കട്ടപ്പന അവിടെയൊക്കെ പോയി നമ്മൾ ഗ്രാജുവലി കയറ്റം കയറുമായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു കയറ്റം കയറുന്നുള്ള ഫീലിംഗ് നമുക്കില്ലായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറ്റം കയറുന്നത് നമുക്ക് ലിറ്ററലി മനസ്സിലാവും. കാരണം ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് കയറ്റം കയറുക. അതേ ആ വഴി നോക്കി അങ്ങോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് അങ്ങ് കയറ്റം നമ്മൾ കയറുന്ന പോലെ. എനിക്കപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാത്തില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും പെട്ടെന്ന് ഭയങ്കര ക്വിക്കായിട്ടൊരു കയറ്റം അങ്ങ് കയറി പോവാം. സോ വണ്ടിക്കും അതിൻ്റെതായ ഒരു ഇതുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ നൈസാണ്. നൈസ് ആംബിയൻസ് ഉള്ള ഇതാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ എന്തൊക്കെയാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഓക്കെ, ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാവേ.
ഗൈസ് നമ്മുടെ മൂന്നാർ ഫാമിലി ട്രിപ്പ് ഇവിടെ കംസ് ടു എന്താണ്. നമ്മളിതേ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മളിത് ഇപ്പം വീട് എത്താറായി. സോ നിങ്ങൾ ഈ കണ്ട ഒരു വീഡിയോ ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് പേരുടെ ഫാമിലിയുമായിട്ട് 2 ആൾക്കാരുമായിട്ട് പോയി. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളൊരു ഫാമിലി ട്രിപ്പ്. അപ്പം ഇത് എത്ര പേർക്ക് ഇതിനകത്ത് ആരെയൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. സോ നമ്മുടെ കൂടുതലുണ്ടായിരുന്നത് അച്ചാച്ചൻ, എൻ്റെ ഫുൾ ഫാമിലിയും, അച്ചാച്ചൻ, അമ്മ, ചേച്ചിയും, പിന്നെ അച്ചാച്ചൻ്റെ ചേട്ടൻ ടോം ചാച്ചൻ, റൂബി ആൻറ്റി, അവർക്ക് 3 പിള്ളേരാണ്. ടിമിൻ ചേട്ടൻ പുറത്താണ്. സോ ബാക്കി 2 പേരും ടോണിപ്പനും ടിനിക്കുടി ചേച്ചി ഈ ആഴ്ച പോവുകയാണ്. ഈ ആഴ്ചയല്ല, ഈ റീസെൻ്റ്ലി ചേച്ചി കാനഡയ്ക്ക് പോകും, ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ. സോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചു. അപ്പം ടോണിപ്പൻ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ടോണിപ്പൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പം ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രിപ്പ് പോയതാണ്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് വ്ലോഗിങ് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തന്നെയാണ് ഈ വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറേ നേരം അവൈലബിൾ ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വ്ലോഗിങ്. പിന്നെ വേറെ ഒരാൾക്ക് ഒരുപാട് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട ടോം തോംസനോടുകൂടിയാണ്. ടോം തോംസൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. ടോം തോംസൺ, ഞാൻ വണ്ടി വെച്ചപ്പോൾ ടോം തോംസൺ ഒരു മടിയും കൂടാതെ എനിക്ക് ടോം തോംസൺ വണ്ടി തന്നു. അപ്പം ടോം തോംസനോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഈ ട്രിപ്പ് സാധ്യമാകാൻ സാധിച്ചതിൽ ഒരു ഘടകം ടോം തോംസനുമാണ്. അപ്പോൾ അങ്ങനെ ടോം തോംസന് ഒരുപാട് നന്ദി. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താണ്, അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. അപ്പം അടുത്ത വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പം അടുത്ത വ്ലോഗിൽ കാണാം. ഞാൻ ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ വീഡിയോയുടെ അവസാനമായി ഇട്ടേക്കാം. അപ്പം ഓക്കെ, ബൈ ഗൈസ്, ടാറ്റാ, ബൈ.